ബാംഗ്ലൂരിലെ സുലിബലയിലെ ജോലിസ്ഥലത്ത് നിന്നും മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശിനിയാണ് മരിച്ചത്. അതിക്രൂരമായി മർദ്ദനമേറ്റ യുവതി അബോധാവസ്ഥയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബംഗളൂരുവിൽ തെരുവ് നായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപകൃഷ്ണനാണ് യുവതിയെ മർദ്ദിച്ചത്. ദീപകിന്റെ ഷെൽട്ടർ ഹോമിൽ ജോലിക്കായാണ് മരിച്ച യുവതിയടക്കം 3 പേർ എത്തിയത്. ലൈംഗികാതിക്രമം ചെറുത്തതിന് പിന്നാലെയാണ് ദീപക് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും തലയോട്ടിക്ക് പരിക്കേറ്റ യുവതി അബോധാവസ്ഥയിലാവുകയും ചെയ്തത്. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദീപകിനായി അന്വേഷണം തുടരുകയാണ്. ബാംഗ്ലൂരിലെ സുലിബലയിലെ ജോലിസ്ഥലത്ത് നിന്നും മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വാർത്ത നൽകിയതാണ്. തൃശൂർ വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശിനിയാണ് മരണപ്പെട്ടത്. അതിക്രൂരമായ മർദ്ദനമാണ് യുവതി ഏൽക്കേണ്ടി വന്നിരുന്നത്. ഈ ഒരു മർദ്ദനത്തെ തുടർന്ന് യുവതി അബോധാവസ്ഥയിലാവുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ചികിത്സക്കിടയിലാണ് യുവതി മരിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ തെരുവ് നായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപകൃഷ്ണനാണ് യുവതി ഇത്രയും മാരകമായ രീതിയിൽ മർദ്ദിച്ചത്. ദീപകിന്റെ ഷെൽട്ടർ ഹോമിൽ ജോലിക്കായി എത്തിയതാണ് ഈ ഒരു യുവതി അടക്കം 3 പേരും ഇയാളുടെ ഷെൽട്ടർ ഹോമിൽ ജോലിക്ക് എത്തിയതാണ്. ലൈംഗിക അതിക്രമം ചെറുത്തു. ഈ ഒരു കാരണമാണ് ഇയാൾ ദീപക് ഇത്തരത്തിൽ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും തലയോട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതേ തുടർന്ന് പരിക്കുകൾ ഏറ്റതിനെ തുടർന്ന് യുവതി അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ദീപകിനെ പിടികിട്ടിട്ടില്ല. ദീപകിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ്.